ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നാളെ പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടക്കം. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 1-ാം ക്ലാസ് പ്രവേശനത്തിനായി കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നത് സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ തകർത്തത് 9 വിക്കറ്റിന്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് മെഡൽ കുതിപ്പ്. വനിതാ വിഭാഗം വോളിബോളിൽ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നാളെ ലോക്സഭയിലും രാജ്യസഭയിലും നടക്കും. ധനകാര്യ ബിൽ 2025, വഖഫ് ഭേദഗതി ബിൽ 2024, ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കും. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ സമർപ്പിക്കും. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കുന്ന 1995 വഖഫ് നിയമം പരിഷ്കരിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം പെരിങ്കടവിള ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. ഇതോടെ 117 സ്മാർട്ട് അങ്കണവാടികളാണ് സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായത്. നിലവിൽ 189 സ്മാർട്ട് അങ്കണവാടികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. അങ്കണവാടികളെ ശിശു സൌഹൃദപരമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് അങ്കണവാടി നിർമ്മാണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് കച്ചവട താൽപര്യത്തോടെ ചില സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അവിടങ്ങളിൽ നടക്കുന്നത് ബാലപീഡനങ്ങളാണെന്നും അത്തരം സ്കൂളുകൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നതും രക്ഷാകർത്താക്കൾക്ക് അഭിമുഖം നടത്തുന്നതും സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അമിതമായി PTA ഫീസ് ഈടാക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. 113 വർഷം മുൻപ് തുടക്കം കുറിച്ച ഹിന്ദുമത പരിഷത്തിന്റെ പ്രസക്തി ഇക്കാലഘട്ടത്തിലും പ്രസക്തമായി തുടരുന്നുവെന്ന് ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കൊല്ലം പന്മന ആശ്രമത്തിലെ ജ്യോതിപ്രയാണ ഘോഷയാത്ര, എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്ര, അയിരൂർ പുതിയകാവിൽ നിന്നുള്ള പതാക ഘോഷയാത്ര, സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നുള്ള പദയാത്ര എന്നിവ സമന്വയിച്ച് ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേർന്നതോടെയാണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായത്. ഈ മാസം 9 വരെ നടക്കുന്ന ഹിന്ദുമത പരിഷത്തിൽ മത രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ആന്റോ ആന്റണി MP, പ്രമോദ് നാരായൺ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് പിന്നാലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി വിഹിതവും ധനപ്രതിസന്ധിയുടെ പേരിൽ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഴിമതിയും ധൂർത്തും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ കടുത്ത ധനപ്രതിസന്ധിയിലാക്കിയതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആരോപിച്ചു. നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതി തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു. MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടികളോടും മുന്നണികളോടും സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ബന്ധുക്കളാണെന്നും ഒരു കാലത്ത് രാഷ്ട്രീയ നിലപാടെടുത്തത് വിഡ്ഢിത്തരമെന്ന് മനസ്സിലായതായും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ NSS ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചതിൽ തെറ്റില്ലെന്നും ശ്രീ സുകുമാരൻ നായർ വ്യക്തമാക്കി. റേഡിയോഗ്രാഫർമാരുടേതുൾപ്പെടെ തന്റെ വകുപ്പിലെ ഒഴിവുകളിൽ അധികം വൈകാതെ PSC വഴി നിയമനം നടത്തുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. കേരള ഗവൺമെന്റ് റേഡിയോഗ്രാഫേഴ്സ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആശ്രാമം ശ്രീ നാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന സമ്മേളനത്തിൽ KGRA സംസ്ഥാന പ്രസിഡന്റ് ദീപ്തി C. അധ്യക്ഷത വഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. നാളെ അർദ്ധരാത്രി 12 മണി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുന്നത്. സംഘടനാ നേതാക്കളുമായി KSRTC CMD കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് തുടർച്ചയായ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സന്ദർശകരെ വരവേൽക്കാൻ കൂടുതൽ സൌകര്യങ്ങളൊരുക്കി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മൂന്നാർ ദേവികുളം റോഡരികിലാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇതിനൊപ്പമാണ് ഗാർഡന്റെ ഭാഗമായി മുതിരപ്പുഴയാറിന്റെ തീരത്ത് റിവർ ബാങ്കി വ്യൂ പോയിന്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാത്രികാലത്ത് പാർക്കിലെ പ്രത്യേക വൈദ്യുതാലങ്കാരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഗാർഡനിലെ പ്രവേശന സമയം. ICC അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ വിജയം കരസ്ഥമാക്കിയത്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം 11.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി തൃഷ 3 വിക്കറ്റ് എടുത്തു. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരവും പേസ് ബൌളറുമായ VJ ജോഷിതയും കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു. അതേസമയം കിരീട നേട്ടത്തിന് വനിതാ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് മെഡൽ കുതിപ്പ്. വനിതാ വിഭാഗം വോളിബോളിൽ കേരളം സ്വർണം നേടി. പുരുഷ വിഭാഗം വോളിബോളിൽ വെള്ളിയും നേടി. 81 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ കേരളത്തിന്റെ അഞ്ജന ശ്രീജിത്ത് വെങ്കല മെഡൽ നേടി. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ തമിഴ്നാടുമായുള്ള മത്സരത്തിൽ കേരള ടീം വെള്ളി നേടി. വാട്ടർ പോളോയിൽ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഗെയിംസിൽ 7ാം സ്ഥാനത്താണ് കേരളം. സർവീസസാണ് ഒന്നാമത്. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഫിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഫിനെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. മാളയിൽ കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചേർപ്പ് CAയ്ക്ക് സസ്പെൻഷൻ. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയതിനും KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റി വിട്ടതിനുമാണ് CI പ്രദീപിനെ സസ്പെൻഡ് ചെയ്തത്. ആംബുലൻസ് പിന്നീട് SFI-ക്കാർ ആക്രമിച്ചിരുന്നു. ഇടുക്കി രാജാക്കാട് ലോറി അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. കമ്പിളിക്കണ്ടം സ്വദേശി ആകാശാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മൺതിട്ടയിൽ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി മൂലമറ്റത്ത് പായയിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 2 ദിവസത്തോളം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വനം വകുപ്പിന്റെ കീഴിലുള്ള തേക്കിൻ കൂപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കടൽ മണൽ ഖനനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കത്ത് നൽകി. സംസ്ഥാനത്ത് കൊല്ലം സൌത്ത്, നോർത്ത്, ആലപ്പുഴ, പൊന്നാനി, ചാവക്കാട് എന്നിവിടങ്ങളിലാണ് തീരക്കടൽ ഖനനം ചെയ്യുന്ന ലേല നടപടികളുമായി കേന്ദ്ര ഖനന മന്ത്രാലയം മുന്നോട്ടു പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നാളെ പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടക്കം. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 1ാം ക്ലാസ് പ്രവേശനത്തിനായി കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നത് സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ തകർത്തത് 9 വിക്കറ്റിന്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് മെഡൽ കുതിപ്പ്. വനിതാ വിഭാഗം വോളിബോളിൽ സുവർണ്ണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.